നമസ്കാരം പ്രിയപ്പെട്ടവരെ. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും തിരുവനന്തപുരം ജില്ലയിലെ കൗൺസിലറും ബാങ്കിന്റെ പ്രസിഡന്റും കൂടിയായിട്ടുള്ള തിരുമല അനിൽ, അദ്ദേഹം ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ആളുകൾ, അതായത് നമ്മുടെ ആളുകൾ എന്നത് ഉദ്ദേശിച്ചത് ബി.ജെ.പിക്കാരനെയും RSSകാരും, ഇവര് ഈ ബാങ്കിൽ നിന്നും പണം ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ട്. ഇതൊന്നും തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അതിൻ്റെ പേരിൽ ഇദ്ദേഹം പല പ്രാവശ്യം കേരളത്തിലെ മുതിർന്ന ബി.ജെ.പിയുടെ നേതാക്കന്മാരെയും ഇപ്പോഴത്തെ ഒരു മരമണ്ടനായിട്ടുള്ള ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ഉടമസ്ഥനും കൂടെ ആയിട്ടുള്ള വായെടുത്താൽ പോഴത്തരം മാത്രം വിളിച്ചു പറയുന്ന, എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, മുണ്ട് മടക്കി കുത്താനും അറിയാം, തെറി പറയാനും അറിയാം, മീശ പിരിക്കാനും അറിയാം എന്നൊക്കെ വലിയ ഗീർവാണം മുഴക്കിയിട്ടുള്ള ഒരു പോഴൻ. ഇയാളുടെ വീഡിയോകളൊക്കെ ഇപ്പൊ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക. പിള്ളേരെ എടുത്തിട്ട് നല്ല രീതിയിൽ അലക്കുന്നുണ്ട്, നല്ല രീതിയിൽ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെ ബി.ജെ.പിയുടെ ഈ ഗുണ്ടകൾ കയ്യേറ്റം ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. ഇന്നലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കേരളത്തിന്റെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ഈ വില്ലാളി വീരനോട് കൈരളി ടിവിയുടെ ഒരു മാധ്യമ പ്രവർത്തക ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ധിക്കാരം. നീ കൈരളി ടി വി അല്ലേ, നീ അവിടെ ഇരുന്നാ മതി, നീ ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട എന്ന് പറയാൻ ഇയാളാരാ? ഇവിടുത്തെ തമ്പ്രാനോ? ആ ധാഷ്ട്യമൊക്കെ അങ്ങ് പാർട്ടി ഓഫീസിൽ വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെ കാണിക്കേണ്ട ഒരു ഇടം പിന്നെ വീടാണ്. ആ വീട്ടിലുള്ളവരോട് മാത്രം കാണിക്കുക. പുറത്തിറങ്ങിയിട്ട് നല്ല നട്ടലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പബ്ലിക്കിൽ നിന്നൊക്കെ എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. എന്താണെങ്കിലും നമുക്ക് ഈ മഹാവീര ഗുണ്ടര പ്രഭു ഉണ്ടല്ലോ, ഈ തമ്പ്രാൻ, ഇവരുടെ എല്ലാം മനസ്സിൽ ഈ പറഞ്ഞ തമ്പ്രാന്റെ ആ ഒരു ഇതാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാം അടിയാളന്മാരാ. ഇവന്മാർ പറയുന്ന ഓച്ചാനിച്ച് കേട്ട് അവിടെ വണങ്ങി നിന്നോണം, അല്ലെങ്കിൽ നട്ടലിൽ വളച്ചു കൊടുത്തോണമെന്നൊക്കെയാണ് ഇവന്റെയൊക്കെ ഒരു ധാരണ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് പറയാൻ. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ ഒരു മറുപടി നമ്മുടെ കൈരളി ടിവിയും കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങൾ നോണ പറയുന്ന ചാനലാണ്, ഒരു നാണമില്ലാത്തൊരു ചാനലാ. അല്ല, മരിച്ച ഒരു ആളെ കുറിച്ച് ഇങ്ങനെ പറയുന്നൊരു നാണല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ മാധ്യമപ്രവർത്തകല്ല. നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? ഈ അല്ല പറയൂ, അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി, നിന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ ഇല്ല ശുദ്ധ നുണയാണ്. ഞാനൊരു വിശ്വാസിയാണ്. എന്നെ അവർ വിളിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ദിവസം പറഞ്ഞല്ലേ, എന്നെ വിളിച്ചാൽ ഞാൻ പോയിരുന്നു. ഞാൻ വന്നു പറഞ്ഞില്ലേ, നിങ്ങൾ ചോദിച്ചില്ലേ, ഞാൻ നന്ന് പറഞ്ഞില്ലേ? നീ എന്തിനാ എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുന്നത്? നോക്കൂ, നാളത്തെ പ്രോഗ്രാമിന് ഞാൻ പോകുന്നുണ്ട്. എന്നെ വിളിച്ചു, ഞാൻ പോകുന്നുണ്ട്. അവിടെ എല്ലാ നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? ഈ അല്ല പറയൂ, അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി, നിന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ മുമ്പിൽ കളസവുമിട്ട് പഞ്ചപുറ്റമടക്കി നിൽക്കുന്ന താങ്കളുടെ ശമ്പളം പറ്റുന്ന ചാനൽ പ്രവർത്തകരെ താങ്കൾ കണ്ടിട്ടുള്ളൂ. ഇത് കൈരളിയാണ്, വിത്ത് വേറെയാ. അമ്മായിയപ്പന്റെ സാമ്രാജ്യത്തിലെ പണം കണ്ടു വന്നവരല്ല ഞങ്ങൾ. കൊത്തി മുറത്തിൽ കൊത്തേണ്ട ആ തടി പോരാ ഇവിടെ. നിങ്ങളുടെ തലതൊട്ടപ്പൻ അമിത്ഷാ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നല്ലേ താങ്കൾ? വിരട്ടും വിളയാട്ടവുമായി മടിയിലെ കനം മറയ്ക്കാനാകുമോ ബി.ജെ.പിക്ക്? RSSും ബി.ജെ.പിയുമായി പതിറ്റാണ്ടുകൾ പൊതുപ്രവർത്തനം നടത്തിയ തിരുമല അനിൽ ഒടുവിൽ ഒരു കത്തെഴുതി വെച്ച് ജീവനെടുക്കുകയായിരുന്നു. സംഘബോധം തീർത്ത് പൈസ വസൂലാക്കി ബി.ജെ.പി നേതാക്കൾ മുങ്ങിയതാണ് ആ പാവം മനുഷ്യന്റെ ജീവൻ ചോദ്യചിഹ്നം പോലെ ആടുന്നതിലേക്ക് നയിച്ചത്. ഒറ്റ പൈസ താൻ എടുത്തിട്ടില്ല. എല്ലാവരെയും സഹായിച്ചെങ്കിലും എല്ലാവരും ആപത്ത് കാലത്ത് ഒറ്റപ്പെടുത്തി. ഹൃദയരക്തത്തിൽ കുതിർന്ന ആ ആത്മഹത്യാക്കുറിപ്പ് ബി.ജെ.പിക്ക് മേൽ കഠോര വാളായി ആടുകയാണ്. 35 ലക്ഷം വീതം വായ്പയെടുത്ത് മുങ്ങിയ ബി.ജെ.പി നേതാക്കന്മാരടക്കം കോടികളുടെ ബാധ്യതയ്ക്ക് കണക്ക് പറഞ്ഞേ തീരൂ ബി.ജെ.പി നേതാക്കളെ നിങ്ങൾ.
ED അടക്കം അധികാരത്തിന്റെ അപ്പോസ്തലങ്ങളിലെ ഹുങ്ക് ഉപയോഗിച്ച് മറ്റുള്ളവരെ വിരട്ടിയ BJPയും കേന്ദ്ര ഏജൻസികളും ഇതിൽ എന്ത് പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. എടുത്താലും ഇല്ലേലും ആ മനുഷ്യന്റെ രക്തത്തിലെ പാപക്കറ BJPയുടെ കളസത്തിലുണ്ടാകും. അതിന് BJPയെ കൊണ്ട് കേരളം കണക്ക് പറയിച്ചിരിക്കും. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് മേൽ അക്രമം തീർത്താലും ഈ നാട് പിന്മാറില്ല. പിന്നെ കൈരളിയിലെ മാധ്യമപ്രവർത്തകയോട് മോശമായി ആക്രോശം തീർത്ത BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ ആ വേല കയ്യിലിരിക്കട്ടെ. ഈ കരുവണ്ണൂർ ബാങ്കില് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പണം നിക്ഷേപിച്ചിരുന്നു. ആ പണം പല ആളുകളും അപഹരിച്ചപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത്, നേതൃത്വം കൊടുത്തത്, കരുവണ്ണൂർ ബാങ്കിൽ നിന്നും പദയാത്ര നടത്തി പദവും വന്ന് പദയും പോയ ഇപ്പോഴത്തെ നമ്മുടെ MP-യും സഹമന്ത്രിയുമായിട്ടുള്ള എൻ്റെ പൊന്ന് തമ്പ്രാനെ, നിങ്ങൾ ഇതൊന്നും കണ്ടില്ലേ? അല്ലെ നിങ്ങളിതൊന്നും കേട്ടില്ലേ? നിങ്ങളുടെ പാർട്ടിയിലുള്ള BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ, അതും നിങ്ങളുടെ കൂടെ ജില്ലയായിട്ടുള്ള ആ പ്രദേശത്തെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്ത വിവരം ഈ തമ്പ്രാൻ ഇതൊന്നും അറിഞ്ഞില്ലേ? കന്യാസ്ത്രീകളെ മർദ്ദിച്ചപ്പോഴത്തേക്ക് ഈ തമ്പ്രാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. തമ്പ്രാൻ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടൊന്നും പ്രതികരിക്കത്തില്ലായിരിക്കും. കലങ്ങ് കൂട്ടി ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് ഇങ്ങോട്ട് തള്ളിക്കോ, കൂടുതൽ ആളാകരുന്നൊക്കെ പറയാൻ കാണിക്കുന്ന ഈ ഒരു സിനിമ സ്റ്റൈൽ ഡയലോഗ് ഉണ്ടല്ലോ, താങ്കൾക്കൊക്കെ മാനാഭിമാനം, ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുക, ഇതിനെതിരെയൊക്കെ ശക്തമായി മുന്നോട്ട് വരിക. അല്ലാതെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാംഗം തിന്ന് ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന ആ പ്രവൃത്തി ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് കാണിക്കരുത് എന്ന് മാത്രമാണ് എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഇയാൾക്ക് കൊടുക്കാനുള്ളത്. മറ്റൊന്ന്, ഇപ്പം ഈ കേരളത്തിന്റെ BJPയുടെ രക്ഷകനായിട്ട് അവതരിച്ചിരിക്കുന്ന ഏഷ്യനെറ്റ് ചാനലിന്റെ ഈ നിലവാരമില്ലാത്ത ഊളത്തരം പറയുന്ന ഈ നേതാവ് ആ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എന്താണ്? നീ കൈരളിയാണെങ്കിൽ നീ അവിടെ ഇരുന്നാൽ മതി, നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയില്ലെന്ന്. നീ മറുപടി പറഞ്ഞേ പറ്റൂ, നിന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. കാരണം ഇത് ഏകാധിപത്യ രാജ്യമൊന്നുമല്ല, ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്. ആ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്റെ ഈ ധാർഷ്ട്യമൊക്കെ ഇങ്ങോട്ടിറക്കിയാൽ 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ അവന്റെ പാർട്ടിയിലുള്ള ആളുകൾക്ക് ആ പൈസ വാരിക്കോരി കൊടുത്തു. അദ്ദേഹം ഇതൊരു 1 പൈസ പോലും എടുത്തിട്ടില്ല. വാരിക്കോരി കൊടുത്തിട്ട് ആ പണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ ബാങ്ക് വലിയൊരു പ്രതിസന്ധിയിലേക്ക് വന്നപ്പോഴത്തേക്ക് പാർട്ടിയുടെ മുതിർന്ന നേതാവ് മരിക്കുന്നതിന് 2 ദിവസത്തേക്ക് മുമ്പും ഈ പറയപ്പെടുന്ന ഏഷ്യാനെറ്റിന്റെ ചാനലിന്റെ ഉടമസ്ഥനെ കണ്ട് പറഞ്ഞിട്ട് പോലും ഒരു തീരുമാനമെടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ മരണമൊഴിയിൽ നിന്ന് മനസ്സിലായത്. അതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ ഒരു പാവം മനുഷ്യന്റെ ജീവൻ പൊലിയേണ്ടി വന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരും. ഇനി ഇതിനകത്ത് നിന്നും ആരൊക്കെയാണ് ഈ പൈസ അപഹരിച്ചത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ള വ്യക്തമായിട്ടുള്ള ഓരോ തെളിവുകളും ഈ മാധ്യമ പ്രവർത്തകർ തന്നെ മുന്നിലോട്ട് കൊണ്ടുവരും. നിന്റെ അടുത്തൊക്കെ ചോദിക്കും, നീയൊക്കെ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. മറുപടി പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആസനത്തിൽ വാലും ചുരുട്ടി മിണ്ടാതെ ഏതെങ്കിലും മൂലക്ക് കുത്തിയിരിക്കാനേ നിനക്കൊക്കെ സാധിക്കത്തുള്ളൂ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.